താങ്ക് യു അഖിലേട്ടാ, ഇങ്ങനൊരു കാര്യം വെളിച്ചത്ത് കൊണ്ടുവന്നതിന്. കാരണം ഞാൻ ബിഗ് ബോസ് ഷോയിലേക്ക് വരാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് നമ്മൾ ഫെയിം ഒന്നും അല്ലാത്തത് കൊണ്ട് തന്നെ എങ്ങനെ വരും എന്നുള്ളതൊന്നും നമുക്ക് അറിയില്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു മീഡിയയിൽ വർക്ക് ചെയ്യുന്ന എൻ്റെ ഒരു സുഹൃത്ത് വഴി അപ്രോച്ച് ചെയ്തപ്പോൾ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞത് ഇങ്ങനെയാണ്, ചില അഡ്ജസ്റ്റ്മെന്റുകൾ ചെയ്യേണ്ടി വരും, ചിലപ്പോൾ ഇങ്ങനെ കിടന്നു കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ പൈസയായിട്ട് കൊടുക്കേണ്ടി വരും എന്നുള്ളതൊക്കെയാണ് അവരും പറഞ്ഞത്. അപ്പം അതുകൊണ്ട് ഞാൻ ആ ഒരു ശ്രമം ഉപേക്ഷിക്കുകയായിരുന്നു. അപ്പോൾ അഖിലേട്ടൻ ഇപ്പോൾ ലൈവിൽ വന്നത് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. കാരണം നമ്മളെപ്പോലെ സാധാരണക്കാർ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷെ നമുക്കെതിരെ കേസെടുക്കുക അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും ഉണ്ടാവുക. പക്ഷെ നിങ്ങളെപ്പോലുള്ള ആൾക്കാർ ഇത് വന്ന് പറയുമ്പോൾ നമുക്കുണ്ടായ അനുഭവം അതിനോടൊപ്പം ഷെയർ ചെയ്യാൻ യാതൊരു മടിയുമില്ല. നിങ്ങൾ നല്ലൊരു കാര്യമാണ് പറഞ്ഞത്. ആളുകൾ അറിയണം, കൂടുതൽ ആളുകളിലേക്ക് എത്തണം ഇതിന്റെ പുറകിൽ നടക്കുന്ന കാര്യങ്ങൾ. മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റുമെന്നുള്ളതൊന്നും അറിയില്ല, പക്ഷെ അത് പറയാൻ കാണിച്ച ആ ഒരു ധൈര്യത്തിന് സല്യൂട്ട്. അഖിൽ മാരാരുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അഖിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണത്. ഇതാരാണ് എവിടെ നിന്നാണെന്നുള്ള കാര്യങ്ങളും വേറെ ബോട്ട്സ് ഒന്നും നമ്മൾ തിരഞ്ഞു പോകുന്നില്ല. അതൊന്നും നമ്മുടെ റെലവൻ്റ് ആയിട്ടുള്ള വിഷയം മാത്രം ഒന്നുമല്ല. അതല്ല നമ്മുടെ വിഷയം, അത് അവരുടെ ഐഡൻറ്റിറ്റി അല്ല നമ്മുടെ പ്രോബ്ലം. അവർ ഇത് വന്ന് തുറന്ന് പറയാൻ കാണിച്ചിട്ടുള്ള ആ ഒരു ധൈര്യം, ആ ഒരു മനസ്സിന് ബിഗ് സല്യൂട്ട്. ഒന്ന്. രണ്ടാമത്, ഇതിന് കാരണക്കാരനായിട്ടുള്ള അഖിൽ മാരാർ എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയോടും ഈ ഒരു നിമിഷത്തിൽ നമ്മുടെ ബിഗ് സല്യൂട്ട് അറിയിക്കുന്നു. അഭിമാനത്തോടെ എന്ന് പറഞ്ഞിട്ടാണ് അഖിൽ ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. സീരിയസ്ലി റെസ്പെക്റ്റ്. കാരണം എന്താ അറിയോ, അഖിൽ ഈ ഒരു സംഭവം പറഞ്ഞ സമയത്ത് ഒരുപാട് പേര്, ഇപ്പം ഞാൻ ജസ്റ്റ് കുറച്ച് മുന്നെയാണ് ഈ അഖിലിൻ്റെ മറ്റേ നാദിറയുടെ വീഡിയോ ഒക്കെ ഞാൻ പോസ്റ്റ് ചെയ്തത്. കുറേ കമൻറ്റ് സെക്ഷനിൽ പഴയ ടീമിൻ്റെ ഫാൻസ്, അതായത് പഴയ കുറേ അന്തം ഫാൻസ്, അഖിലിന് എതിരായിട്ട് നിൽക്കുന്ന ഫാൻസ് ആട്ടോ, വേറെ ആരെയല്ല പറയുന്നത്. പിന്നെ ഇതിപ്പോൾ നാദിറനെ പോലെ ചില ആൾക്കാർ, അതേമാതിരി ഏഷ്യാനെറ്റിന് കൂറുള്ള ആൾക്കാർ, ഏഷ്യാനെറ്റിൻ്റെ ഭാഗത്തുനിന്ന് അവരോട് വിധേയരായി നിന്നിട്ട് അവരുടെ ആനുകൂല്യങ്ങൾ പറ്റുന്ന ആൾക്കാർ, അവരെ പേടിക്കുന്ന ആൾക്കാർ. ഏഷ്യാനെറ്റ് എന്നാണ് ഞാൻ പറഞ്ഞത്, ഏഷ്യാനെറ്റിന് അഗെയിൻസ്റ്റ് ആയിട്ടല്ല പറയുന്നത്. പക്ഷേ അഖിൽ പറഞ്ഞ പോലെ തന്നെ ഏഷ്യാനെറ്റിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന ചില ആൾക്കാർ കാരണം അനുഭവിച്ചിട്ടുള്ള ഓരോരുത്തരും ഇതേമാതിരി ഇങ്ങനെ പുറത്തേക്ക് വരികയാണ്. സീരിയസ്ലി ഹാറ്റ്സ് ഓഫ്. അത് മാത്രമേ പറയാനുള്ളൂ. ഇതാരാന്നുള്ളത് അറിയില്ല. പിന്നെ കമൻറ്റ് ബോക്സ് നോക്കിയ സമയത്ത് ഒരാൾ പറഞ്ഞതാണ്, ഒരു കമൻറ്റ് മാത്രം ഞാൻ ഇതിൽ വായിക്കാം. മള്ളു മെനിനിസ്റ്റോ അവൻ്റെ കമൻറ്റാണ്. അന്ന് തന്നെ കേസ് കൊടുക്കണമായിരുന്നു, അത് ചെയ്യാതെ ഇരുന്നത് ശരിയല്ല. നിങ്ങൾ അന്ന് കേസ് കൊടുക്കാതെ ഇരുന്നത് കൊണ്ട് നിങ്ങൾക്ക് ശേഷം വേറെ പല സ്ത്രീകളും ഈ ചൂഷണത്തിന് ഇരയായി കാണില്ലേ? ഇപ്പോഴെങ്കിലും തുറന്നു പറഞ്ഞാൽ ഇനിയെങ്കിലും നിയമപരമായ ഒരു പരാതി നൽകുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ചങ്ങാതി. ഞാൻ ഇയാളോട് യോജിക്കുന്നില്ല, അന്ന് തന്നെ കേസ് കൊടുക്കണം എന്നുള്ളത്. പിന്നെ കാരണം വെച്ചാൽ സാധാരണക്കാർ നമ്മൾ കരുതുന്ന പോലെ ഒരുപാട് പേര് അതിന് മറുപടി കൊടുത്തിട്ടുണ്ട്. കേസ് കൊടുത്തിട്ടും കാര്യമില്ല, പറഞ്ഞിട്ടും ഒന്നും കാര്യമില്ല എന്നുള്ളത്. ഇന്നിപ്പോൾ ഇത് ചർച്ചാ വിഷയമായിട്ടുള്ളത് അഖിൽ മാരാരെ പോലെ വളരെ പ്രോമിനൻ്റ് മാത്രമല്ല, അത്രയും ചങ്കൂറ്റത്തോടെ ഒരാൾ പറഞ്ഞുകൊണ്ടാണ്. ചങ്കൂറ്റുള്ളൊരു വ്യക്തി എന്നുള്ള കണ്ടീഷനിൽ പുള്ളി പറഞ്ഞുകൊണ്ട് മാത്രമാണ്. അല്ലാണ്ട് ഇതിപ്പോൾ ഈ ചങ്ങായി അല്ലെങ്കിൽ ഇതുപോലെ പല ആൾക്കാരുണ്ട്, ഇതുപോലെ ഒരു വിവരമില്ലാത്ത കമൻ്റ് അടിക്കുന്ന ഒരു കുറേ ടീമുണ്ട്. പിന്നെ അതായത് മറ്റുള്ളവർക്ക് വരുമ്പോൾ മാത്രം പ്രശ്നം അവനാന് മറ്റുള്ളവർക്ക് വരുമ്പോൾ മാത്രം ലാഘവത്തോടുകൂടി അവനാന് വരുന്നത് മാത്രം പ്രശ്നം എന്നുള്ള രീതിയിൽ കാണുന്ന ആൾക്കാർ. ഒരുവിധം നല്ല എല്ലാവരും പിന്നെ സപ്പോർട്ടാണ്. പക്ഷേ ഈ ഒരു വ്യക്തി എന്താണോ, അതായത് ഈ ഒരു വ്യക്തിയല്ല, ഇതുപോലുള്ള ഒരു 99.9% ചെറിയ വിഭാഗം എപ്പോഴും എല്ലാ സ്ഥലത്തും ഉണ്ട്. അത്ര മാത്രമേ പറയാനുള്ളൂ. എന്തായാലും ഇതുപോലെയൊക്കെ ഒരുപാട് ആൾക്കാർ ആരൊക്കെ ഇതിൽ ചൂഷണത്തിന് ഇരയായിട്ടുണ്ടോ, ഈ ചൂഷണത്തിന് ഇരയായ ആൾക്കാർ ഒരിക്കലും പുറത്തു വരില്ല. ഇവർ വളരെ എന്താ പറയുക, റെസ്പെക്റ്റ് ഇവരോട് തോന്നുന്നത് വെച്ചാൽ ഇവരത് വേണ്ട എന്ന് പറഞ്ഞിട്ട് അല്ലേ, അത് അവരുടെ ആ ഒരു എന്താ പറയുക, അവരുടെ ക്യാരക്ടറാണെന്ന് കാണിക്കുന്നത്. അത് തുറന്നു പറഞ്ഞതിന് ബിഗ് ഹാറ്റ്സ് ഓഫ്. ഇനി ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്, അപ്പോൾ ഇവരോട് പറഞ്ഞാൽ എന്താ, അഡ്ജസ്റ്റ്മെൻറ്റിന് തയ്യാറാവേണ്ടി വരും അല്ലേ? അവർക്കത് പറ്റാത്തതുകൊണ്ട് അവർക്ക് ആ ഓപ്പർച്യൂണിറ്റി വേണ്ട. അവരവരുടെ ലൈഫായിട്ട് മുന്നോട്ട് പോയി. സെൽഫ് റെസ്പെക്റ്റ്, അവരുടെ ആ ഒരു ക്യാരക്ടർ, ഇതെല്ലാം കൂടി ആണത്. പക്ഷേ ഇനി ചോദ്യം ചെയ്യപ്പെടുന്നത് ബിഗ് ബോസിലേക്ക് പോയിട്ടുള്ളവരാണ്. ഓക്കെ, എല്ലാവരും ഉണ്ടെന്ന് ഞങ്ങൾ പറയുന്നില്ല, പക്ഷേ ചില ആൾക്കാർ അവരുടെ ആനുകൂല്യം പറ്റുന്ന രീതിയിൽ ഇത് ചോദ്യം ചെയ്യപ്പെടും. അവരുടെ നേരെയാണ് ഈ വിരലുകൾ ചൂണ്ടാൻ പോകുന്നത്. അതിനിപ്പോൾ ഈ നാദിറെ പോലെ ആൾക്കാർ വന്ന് പറഞ്ഞിട്ട് എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇവർ വന്ന് മഴുകുന്നു, കമൻറ്റ് ബോക്സിൽ വന്നിട്ട് നീ അതല്ല, നീ കടന്നു കൊടുത്തല്ലേ എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല. ആ ഒരു ഷോക്ക് അങ്ങനെ ഒരു പേര് വന്നു കഴിഞ്ഞാൽ, പേര് ഓൾറെഡി എല്ലാവരുടെയും മനസ്സിലുണ്ടാവും, പക്ഷേ തുറന്നു പറയാൻ കാണിച്ചിട്ടുള്ള അഖിൽ എന്ന് പറഞ്ഞൊരു വ്യക്തി ബിഗ് സല്യൂട്ടാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇനി ഇപ്പോൾ നടക്കുന്ന അതിൻ്റെ ഉള്ളിലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ പുറത്ത് ഇതിന് മുന്നേ ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിലും എല്ലാവരും ഇതുപോലെ ഇത് ആ ചൂണ്ടുവിരലിൻ്റെ ഫ്രണ്ടിലാണ് എല്ലാവരും ഇനി ഉള്ളത്. അത് പിന്നെ അത് വളരെ നല്ലൊരു കാര്യമാണ്. ഞാൻ സീരിയസ് ആയിട്ട് പറയാം. കാരണം വെച്ചാൽ
ഇതൊന്നും ഇതിനിപ്പോൾ ഒരു സ്റ്റോപ്പ് ഒന്നും ഉണ്ടാവും തോന്നുന്നില്ല. കാരണം ഇപ്പോൾ ഫിലിം ഇൻഡസ്ട്രിയിൽ പല പരിപാടികളും ഇങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ. പക്ഷെ എന്തിനൊന്നും അത് നിന്നിട്ടില്ല, ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം അതിന് വഴങ്ങി കൊടുക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും. ഇതിപ്പോൾ ഈ ഒരു സെക്ഷൽ ഹറാസ്മെൻറ്റ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. മറ്റുള്ള കാര്യങ്ങളൊക്കെ മാരാര് പറഞ്ഞ സംഭവങ്ങളില്ലേ, പൈസയുടെ കാര്യമൊക്കെ ഇല്ലേ, അതൊക്കെ ഗൗരവത്തോടെ എടുക്കേണ്ട കേസാണ്. പക്ഷേ ചൂഷണം ചെയ്യപ്പെടുന്ന സിറ്റുവേഷൻ ഒരിക്കലും നമുക്ക് അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല. അത് പിന്നെ ആരാണെന്നുണ്ടെങ്കിലും ശരി തന്നെയാണ്. ബിഗ് ബോസിൻ്റെ ഒരു കോണ്ടന്റ് കൊണ്ടാണ് നമ്മുടെ ചാനലും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നു, നമ്മൾ വീഡിയോസ് ചെയ്യുന്നു. ബട്ട് ഇറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് എവറിത്തിങ് കനോട്ട് ബി ടേക്കൺ ഫോർ ഗ്രാൻറ്റഡ്. എല്ലാ കാര്യങ്ങളും അങ്ങനെ നമുക്ക് ലാഘവത്തോടെടുത്ത് മുന്നേറാൻ പറ്റില്ല. നമ്മുടെ ഒരു അഭിപ്രായമാണ്. നിങ്ങൾ കമൻറ്റ് ചെയ്യൂ കേട്ടോ, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ.